അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരി വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കട്ടോ, ഞാനിവിടെ ചെയ്യണില്ല. അതുപോലെ തന്നെ ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കനക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3 മാഗി ക്യൂബ്, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂണോളം മന്തി മസാലയും ചേർത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു നാരങ്ങൻ്റെ നീര് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചാണ് തവിടെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ മന്തിയിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി തിളപ്പിച്ചെടുക്കാനായിട്ടുള്ള വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 ടീസ്പൂൺ വീതം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഒരു 3 ബേ ലീഫും ചേർത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പച്ചമല്ലി, കുരുമുളകും ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കഴുകി വെച്ച അരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച തവിടെണ്ണ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു ബിരിയാണി പോട്ടൊക്കെ ഒഴിച്ചാണ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഏകദേശം നമ്മൾ അരിയൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഊറ്റിയെടുത്തതിന് ശേഷം ബിരിയാണി പോട്ടൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ അരി ഊറ്റിയെടുക്കുന്ന സമയത്ത് ഒരു പാകത്തിലുള്ള വേവിൽ തന്നെ ഊറ്റിയെടുക്കാൻ നോക്കുക. കൂടുതലായിട്ട് വെന്ത് പോകരുത് കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞാൽ മന്തി കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പകുതി ചോറിട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തവിടെണ്ണ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർക്കാതെ ഈ സമയത്ത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി മുഴുവൻ ചോറും ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ 1/2 ടീസ്പൂണോളം മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മന്തിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വീതം റെഡ് കളറും അതുപോലെ തന്നെ യെല്ലോ കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലൊരു സ്റ്റീൽ ബൗൾ വെച്ച് കൊടുത്തതിന് ശേഷം 2 ചാർക്കോൾ കത്തിച്ചുകൊണ്ട് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണോളം തവിടെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പുക പുറത്ത് പോവാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ അടച്ച് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കണ്ടൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നത്. ഇനി ചിക്കനൊക്കെ ഇതിന്ന് മാറ്റി വെക്കാം. ചോറ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ അടിയിലുള്ള ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ചോറ് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ചിഞ്ചച്ചിലും മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓളിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.